സഹോദരങ്ങളെ പലവിധേന സഹിക്കേണ്ടതുണ്ട്. ചെറിയ ഒരു ഘട്ടത്തിൽ പോലും സഹിക്കാതിരുന്നാൽ നമ്മെ ഒരു മാതൃകാ യോഗ്യതയുള്ള ബാപ്പയാക്കി മക്കൾ കാണൂല. എപ്പോഴും കുരച്ചു ചാടുന്ന ബാപ്പ, എന്തൊരു കൊരക്കലാണ് ബാപ്പ കൊരക്കുന്നത്. അങ്ങനെ കുരച്ചു ചാടാൻ പാടില്ല. ഭക്ഷണത്തിൽ ഒരൽപ്പം ഉപ്പ് കൂടുതലായി പോയി, കൽപ്പിച്ചുകൂട്ടി ആരും ഉപ്പൊന്നാകെ കൊണ്ടുപോയി ഇടില്ലല്ലോ. ഒരൽപ്പം എരിവ് കൂടുതലായി പോയി, നമ്മുടെ മൂക്കിലൂടെയും കണ്ണിലൂടെയും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് സഹിച്ചേക്കാം, എപ്പോഴുമില്ലല്ലോ, ഒരിക്കൽ സംഭവിച്ചതല്ലേ. ഇതും നമുക്കൊരു സന്തോഷത്തോടെ സ്നേഹത്തോടെ വെച്ചു തരുന്നതല്ലേ. നമുക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരുക എന്നതും കൃത്യമായിട്ട് ആ ഭക്ഷണം കൊണ്ടുതരിക എന്നതും അവരുടെ ഉത്തരവാദിത്തമോ ബാധ്യതയോ കടമയോ അല്ലല്ലോ. സ്നേഹത്തിന്റെ ഭാഗമായി, സന്തോഷത്തിന്റെ ഭാഗമായി, പാരസ്പര്യത്തിന്റെ ഭാഗമായി